തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ മാറ്റിയേക്കും. DGPയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും നടപടി. തൃശൂർ പൂരത്തിൽ അനാവശ്യ ഇടപെടൽ പോലീസ് നടത്തിയെന്നും സേനയെ നാണം കെടുത്തിയെന്നും ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ചേർന്നുണ്ട്. രാജീവ്, നമ്മുടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച മുൻ DGP TP സെൻകുമാർ ചൂണ്ടിക്കാട്ടിയ കാര്യവും ഇതുതന്നെയാണ്. നടന്നത് ഗുരുതര കൃത്യവിലോപം തന്നെയാണ്. കമ്മീഷണർക്കെതിരെ നടപടി വേണമെന്ന് അദ്ദേഹം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വഴിമാറുന്നത്. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. കമ്മീഷണർക്കെതിരെ നടപടി വേണമെന്ന് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആവശ്യം ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചതാണ്. മാത്രമല്ല, ഇന്ന് ജനൻ TV പുറത്തുവിട്ട ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ പ്രകാരം കൃത്യമായി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും കമ്മീഷണർ നേതൃത്വത്തിൽ നടന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അങ്കിത് അശോകനെ സ്ഥലം മാറ്റാനുള്ള നീക്കത്തിലേക്ക് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ സമീപിക്കും എന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന സൂചന. ഏതായാലും DGPയോട് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താനായി പോലീസ് ശ്രമിച്ചു എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് DGPയോട് തേടിയിട്ടുണ്ട്. കാരണം കൃത്യമായി തന്നെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇതിനകം പുറത്തു വന്ന തെളിവുകളും പരിശോധിക്കുകയാണെങ്കിൽ തൃശൂർ പൂരം അലങ്കോലമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. തുടക്കം മുതൽ അമിതമായ നിയന്ത്രണങ്ങൾ പോലീസ് അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇന്റലിജൻസും ഇത് രീതിയിലുള്ള റിപ്പോർട്ടാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. സേനയെ നാണം കെടുത്തുന്ന നീക്കങ്ങളാണ് തൃശ്ശൂരിലുണ്ടായത് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഒഴിവാക്കാവുന്നതായിരുന്നു. ഇത്തരമൊരു അമിത നിയന്ത്രണങ്ങൾ അവിടെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നും ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് പോലീസ് സേനയെ നാണം കെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായി. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നിട്ടും ഇത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനോ ശ്രമിച്ചില്ല എന്ന് സംസ്ഥാന ഇന്റലിജൻസ് നിലവിൽ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഇന്ന് തന്നെ DGP ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. നേരത്തെ LDF നേതാക്കൾ ഉൾപ്പെടെ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഹൈന്ദവ സംഘടന ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ തന്നെ തടയാനുള്ള ശ്രമമായിരുന്നു നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിന് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേതൃത്വം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തേക്ക് വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കൃത്യമായ നടപടിയിലേക്ക് കടക്കണമെന്ന ആവശ്യം നിലവിൽ സർക്കാരിന് മേൽ ഉയർന്നത്. സർക്കാരിന് മേൽ അത്തരമൊരു സമ്മർദ്ദം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും LDF നേതാക്കൾ ഉൾപ്പെടെ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഹൈന്ദവ സംഘടനകളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നത്. സർക്കാരിന്റെ അനുമതിയോടുകൂടിയാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ അറിവോടുകൂടിയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് എന്ന ആരോപണം ഉയരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ സർക്കാർ തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതിനിടെയാണ് സർക്കാരിനെയും അതുപോലെ തന്നെ പോലീസിനെയും വെട്ടിലാക്കിക്കൊണ്ട് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യം തുടക്കം മുതൽ ഉയരുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ്. ഏതായാലും ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്നുൾപ്പെടെ നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്കിത് അശോകനെ മാറ്റുന്നതിനായുള്ള ചർച്ചകൾ തുടങ്ങിയെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് DGP അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. വിഷ്ണു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നടപടി ഉണ്ടാവാൻ വൈകുന്നതിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നടപടി നേരത്തെ തന്നെ സ്വീകരിക്കേണ്ടതല്ലേ? ഇത്രത്തോളം വൈകിയതിൽ തന്നെ കൃത്യമായ ഒരു അജണ്ട ഇതിന് പിന്നിൽ ഉണ്ടെന്ന് വേണ്ടേ കരുതാൻ? വിഷ്ണു, പ്രധാനമായും ഈ ഹൈന്ദവ സംഘടനകളും പൂരപ്രേമികളും മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യവും അതുതന്നെയാണ്. നേരത്തെ മുതൽ തന്നെ ഈ കമ്മീഷണർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണമെന്ന ആവശ്യം പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നു. പൂരം അലങ്കോലമാക്കാനുള്ള ശ്രമങ്ങൾ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ നടന്നു. മാത്രമല്ല, ഈ ക്ഷേത്ര പരിസരത്തേക്ക് ബൂട്ടുകൾ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് അകത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കയറി. ഇതെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടും സർക്കാർ യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിരുന്നില്ല. ഏകദേശം 2 ദിവസം ആകുന്നു ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട്. അവിടെയും കൃത്യമായൊരു നടപടിയിലേക്ക് ഇതിനകം സംസ്ഥാന സർക്കാർ കടന്നില്ല. ഇതിനൊപ്പമാണ് കൂടുതൽ തെളിവുകൾ കൂടി പുറത്തേക്ക് വരുന്നത്. ആനയ്ക്കുള്ള തീറ്റ കൊണ്ടുപോകുന്നതിന് പോലും അനുമതി നൽകാതെ കമ്മീഷൻ ഇടപെടുകയാണ്. അവരോട് കയർക്കുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് ജനൻ TV പുറത്തുവിട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി സർക്കാർ വലിയ സമ്മർദ്ദത്തിലേക്ക് പോവുകയാണ്. കാരണം ഇനിയും നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വരുന്നു. സർക്കാർ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം ഒരു വശത്ത് ശക്തമായി ഉയരുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ ഏതായാലും നടപടിയിലേക്ക് പോകാനുള്ള ഒരു നീക്കത്തിലേക്ക്
നിലവിൽ സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത്. അങ്കിത് അശോകനെ സ്ഥലം മാറ്റുക, സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് സ്ഥലം മാറ്റാനുള്ള നീക്കം നിലവിൽ സർക്കാർ തുടങ്ങിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ അനുമതി നൽകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സർക്കാർ സമർപ്പിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം. രാവിലെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയാൽ ഉടൻ തന്നെ അങ്കിത് അശോകനെ മാറ്റാനുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനിടെയാണ് ഇന്റലിജൻസ് വളരെ ഗുരുതരമായ റിപ്പോർട്ട് തന്നെ അങ്കിത് അശോകൻ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയിരിക്കുന്നത്. തൃശ്ശൂരിൽ ഒഴിവാക്കാൻ കഴിയുന്ന സംഭവങ്ങൾ തന്നെയായിരുന്നു നടന്നത്. അമിതമായ നിയന്ത്രണമാണ് അവിടെ അടിച്ചേൽപ്പിച്ചത്. അത്തരം നിയന്ത്രണങ്ങളുടെ ആവശ്യമില്ലായിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം പോലീസ് സേനയ്ക്ക് ഒന്നാകെ നാണക്കേടുണ്ടാക്കി വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് പോലീസിന്റെ തന്നെ ഇടപെടലാണ് എന്ന തരത്തിലുള്ള വിമർശനമാണ് നിലവിൽ സംസ്ഥാന ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലുമുള്ളത്. വിഷ്ണു. യെസ്, നമ്മോടൊപ്പം പ്രതികരിക്കാനായി തൃശ്ശൂർ ഞങ്ങളുടെ പ്രതിനിധി മനോജ് കൂടി ചേരുന്നുണ്ട്. മനോജ്, നേരത്തെ നമ്മൾ കൃത്യമായ രീതിയിൽ തെളിവുകൾ സഹിതം പുറത്തുവിട്ട വാർത്തയ്ക്കാണ് കൃത്യമായൊരു ഫലം ഇപ്പോൾ ഉണ്ടാകുന്നത്. തൃശ്ശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ മാറ്റിയേക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. എന്നിരുന്നാൽ കൂടിയും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇതിൽ കൃത്യമായൊരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവുക തന്നെ വേണമെന്നുള്ളൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റം ഒരു നടപടി കൊണ്ട് മാത്രം ഈ ഒരു വിഷയം അവസാനിക്കുന്നില്ല എന്ന് വേണ്ടേ പറയാൻ? തീർച്ചയായും വിഷ്ണു, ഇത് കമ്മീഷണറിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കാരണം തൃശൂർ പൂരത്തെ സംബന്ധിച്ച അടുത്തോളം ഓരോ ചടങ്ങുകളെയും അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ആർക്കു വേണ്ടിയാണ് എന്നുള്ള ഒരു ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാരണം ഓരോരുത്തരും പ്രതികരിച്ചപ്പോൾ അവരൊക്കെ തന്നെ പറയുന്നത് പോലീസ് ഇത്തരത്തിൽ ഇടപെടുമ്പോഴും അവരൊക്കെ ജനങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് മുകളിൽ നിന്നും പ്രഷർ ഉണ്ട് എന്നുള്ള കാര്യമാണ്. അത് കമ്മീഷണർ മാത്രം നിർദ്ദേശം നൽകിയത് കൊണ്ടല്ല, കമ്മീഷണർക്ക് എവിടെ നിന്നാണോ ആ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതികരിക്കുന്നത്. കാരണം ഈ കമ്മീഷണർ മാത്രം ഒതുക്കി അല്ലെങ്കിൽ പോലീസ് സേനയിൽ മാത്രം ഒതുക്കി ആ വിഷയം ഒതുക്കി തീർക്കുവാൻ വേണ്ടി, കാരണം ജനങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞു. വലിയ തരത്തിലാണ് പോലീസിന്റെ ഇടപെടൽ, അനാവശ്യപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അത് കുടമാറ്റത്തിന് ശേഷമാണ് എന്നതാണ് ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കാര്യം. അതേസമയം തന്നെ ആ ദൃശ്യങ്ങളും പുറത്തു വരുന്നത് ഗോപുരനടയിലൂടെ കൊണ്ടുവരുന്ന ശ്രീരാമന്റെ ആ കുടമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചിത്രമൊക്കെ തടഞ്ഞുകൊണ്ട് നിൽക്കുന്നതും, അതോടൊപ്പം ആനയ്ക്ക് പട്ട കൊണ്ടുവരുന്നവരെ പോലും മോശമായ രീതിയിൽ പെരുമാറുന്നതും, അതോടൊപ്പം മറ്റ് വിളക്ക് കത്തിക്കാൻ പോകുന്നവരെ തടയുന്നതും ഒക്കെ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ തൃശൂർ പൂരത്തിൽ ഇങ്ങനെ ഇടപെടുവാൻ കാരണമായത്, അതിന്റെ ആ ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടത്. വ്യക്തമാണ്, കൃത്യമായ നടപടി ഉണ്ടാവുകയാണ്. പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച പോലീസ് സേനയ്ക്കെതിരെ ശക്തമായൊരു നടപടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് R. രാജീവ്, തൃശ്ശൂരിൽ നിന്ന് M. മനോജാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.